ഐ നോബഡി എങ്ങനെയുണ്ട്? ഈ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. പൃഥ്വിരാജാണ് നായകൻ. ഈ പടം എങ്ങനെയുണ്ട് എന്നതിന്റെ റിവ്യൂസ് ആണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതേപോലെ ആദ്യ പകുതി ഗംഭീരമാണെന്നും രണ്ടാം പകുതി പക്ഷേ ആ ഫീലിന് കോട്ടം വരുത്തിക്കൊണ്ട് ലാഗ് അടുപ്പിച്ചെന്നും പറയുന്നവരുമുണ്ട്. ഒരു കാര്യം മനസ്സിലാകുന്നത് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കില്ല ഐ നോബഡി എന്നാണ്. പലർക്കും ഐ നോബഡി പല രീതിയിലാണ് വർക്കാകുന്നത്. ട്രെയിലർ പുറത്തു വന്നപ്പോൾ തോന്നിയ ഒരു സസ്പെൻസ് ത്രില്ലിംഗ് മൂഡുണ്ട്. അതിനോട് നീതി പുലർത്തിയോ സിനിമ എന്നതാണ് ചോദ്യം. അതിലും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. റോഷാക്കിലൂടെ വേറിട്ട ഒരു മേക്കിംഗ് മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംവിധായകനാണ് നിസാം ബഷീർ. അദ്ദേഹം ആ ഒരു പാറ്റേൺ ഐ നോബഡിയിലും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. പൃഥ്വിരാജിന്റെ കാര്യമെടുത്താൽ രാജീവ് എന്ന കഥാപാത്രമായി താരം തകർത്തിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള പ്രേക്ഷക അഭിപ്രായം. ഇൻട്രോയൊക്കെ അതിഗംഭീരമാണത്രേ. ഓരോ സിനിമ കഴിയുന്തോറും നന്നായി പാകപ്പെട്ടു വരുന്ന പൃഥ്വിയുടെ ആക്ടിംഗ് സ്കിൽസ് ഐ നോബഡിയുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ശാരീരികമായും മാനസികമായും ഏറെ സങ്കീർണത നിറഞ്ഞൊരു കഥാപാത്രമാണ് രാജീവിൻ്റേത്. അതുപോലെ ഫൈറ്റും മറ്റുമൊക്കെ നന്നായി തന്നെ പൃഥ്വി കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. പാർവതി തിരുവോത്ത് അവതരിപ്പിക്കുന്ന മീര എന്ന കഥാപാത്രവും രാജീവിനോടൊപ്പം തന്നെ ഇമോഷണലി പവർഫുള്ളായ ഒരു ക്യാരക്ടറാണ്. ഹക്കിം ഷാജഹാനും അശോകനുമാണ് ശ്രദ്ധേയമായ മറ്റു രണ്ട് കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സംവിധായകൻ അനുരാഗ് കശ്യപ് ഈ പടത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് സിനിമ ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഐ നോബഡി ഇഷ്ടപ്പെടാതെ വരില്ല. അത്യാഗ്രഹം, പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിചാരണ, പോലീസിംഗ്, രാഷ്ട്രീയം എന്നിവയെല്ലാം ചുറ്റിപ്പറ്റിയുള്ള ചിത്രമാണിത്. സോഷ്യലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ഒരുപാട് ക്യൂരിയോസിറ്റി എലിമെന്റ്സ് ഈ സിനിമയിൽ നന്നായി വർക്ക് ചെയ്യുന്നുമുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ അതിഗംഭീര സംഭവമാണെന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം വാച്ചബിൾ മൂവി തന്നെയാണ് ഐ നോബഡി.